വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. യൂസ് ഫോർ മൈ ടാലന്റ് എന്ന ഡ്രാമയുടെ 9ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കബോർഡ് തുറക്കാൻ തുടങ്ങിയ ശുഭാൻജിയെ റെൻഷി ഓടിച്ചെന്ന് തടഞ്ഞതിനാൽ അവൾ അതിനുള്ളിലിരുന്ന കപ്പ് കണ്ടില്ല. ഞാൻ പാത്രം കഴുകാനുള്ള സോപ്പ് തിരികെയായിരുന്നു എന്ന് അവൾ പറഞ്ഞപ്പോൾ ഇവിടെ ഇന്ന് രാവിലെ മുതൽ വെള്ളമില്ല, അതുകൊണ്ട് പാത്രം കഴുകണ്ട എന്നവൻ പറയുന്നു. അവൾ പൈപ്പ് തുറന്നു നോക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ കയറി പിടിച്ചിട്ട് തുറന്നാൽ പിന്നെ അടയ്ക്കാൻ പറ്റില്ല, അത് കംപ്ലൈൻ്റ് ആണെന്നവൻ പറയുന്നു. ആ സമയത്ത് തുണി കഴുകി കഴിഞ്ഞു എന്ന് വാഷിംഗ് മെഷീനിൽ നിന്ന് വോയിസ് മെസ്സേജ് വരുന്നത് കേട്ടപ്പോൾ വെള്ളമില്ലാതെ പിന്നെ ബോസ് എങ്ങനെയാണ് തുണി കഴുകിയത് എന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ മിനറൽ വാട്ടർ ഉപയോഗിച്ചാണ് കഴുകിയത് എന്നവൻ കള്ളം പറയുന്നു. അവൾ പിന്നെയും ഓരോ ചോദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഇന്ന് ഇത്രയും വൃത്തിയാക്കിയാൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൻ അവളെ നിർബന്ധിച്ച് പിടിച്ച് വീട്ടിന് പുറത്താക്കി കഥ കടയ്ക്കുന്നു. ഞാനിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, ജോലി കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ അവൾ പറഞ്ഞെങ്കിലും അവൻ കേൾക്കാൻ പോലുമുള്ള സാവകാശം കൊടുക്കുന്നില്ല. ബോസ് എന്തിനാണ് ഇങ്ങനെ തന്നെ ഒഴിവാക്കി വിടുന്നതെന്ന് ശിവാൻജിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് നടക്കുമ്പോഴും അവളുടെ ചിന്ത മുഴുവൻ അതായിരുന്നു. ലൂഷിയാനെതിരെ ഐസ്ക്രീമായി വന്നതൊന്നും അവൾ കണ്ടതേയില്ല. എന്തു പറ്റിയെന്ന് അവൻ അവളെ പിടിച്ചു നിർത്തി ചോദിക്കുന്നു. ജോലി ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിനക്ക് വിട്ടുകൂടെ, ഇത്ര റിസ്ക് എടുത്ത് അവിടെ ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ അവൻ ചോദിച്ചപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്തല്ലേ പറ്റൂ, ജീവിക്കണ്ടേ എന്നവൾ ചോദിക്കുന്നു. ഇതിനേക്കാൾ നല്ല ശമ്പളമുള്ള മറ്റൊരു ജോലി ഞാൻ കണ്ടെത്തി തന്നാൽ നീ ആ ജോലി ഉപേക്ഷിക്കുമോ എന്നവൻ ചോദിച്ചപ്പോൾ ജോലി ഉപേക്ഷിക്കാനും മാത്രം കാരണമൊന്നും ഇപ്പോൾ അവിടെ ഇല്ല, മാത്രമല്ല കമ്പനി ഇപ്പോൾ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്, ഈ സമയത്ത് കമ്പനിയെ സഹായിക്കാനല്ലേ നോക്കേണ്ടത്, ഉപേക്ഷിച്ച് പോകുന്നത് ശരിയല്ല എന്നവൾ പറയുന്നു. നീ ഒറ്റയ്ക്ക് കമ്പനിയെ എങ്ങനെ രക്ഷിക്കാനാണ് എന്ന് ലൂഷ്യൻ ചോദിച്ചപ്പോൾ ജോലിയില്ലാതെ ഫുൾ ടൈം പെമ്പിള്ളേരുടെ കൂടെ കറങ്ങി നടക്കുന്ന നിന്നോട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നവൾ പറയുന്നു. ഞാൻ പെമ്പിള്ളേരുടെ കൂടെ കറങ്ങി നടന്നൊന്നുമല്ല, അവരുടെ ഗേൾ ഫ്രണ്ട്സുമല്ല, ക്ലയൻസ് ആണ്. ഞാനൊരു സൈക്കോ തെറാപ്പിസ്റ്റാണ്, റിലേഷൻഷിപ്പ് അഡ്വൈസിന് വേണ്ടിയിട്ടാണ് അവരൊക്കെ എന്നെ കാണാൻ വന്നത് എന്നവൻ വ്യക്തമാക്കുന്നു. അത് ശരി, നിനക്ക് ഇങ്ങനെ ഒരു ജോലി ഉണ്ടായിരുന്നു, നീ വെറുതെ ഇരുന്ന് സമയം കളയുകയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്, നീ സൈക്കോ തെറാപ്പിസ്റ്റ് ആണല്ലേ? എൻ്റെ ഒരു സംശയത്തിന് ഉത്തരം തരുമോ? ഒരു ആൺകുട്ടി ജീവിതത്തിൽ ഒരിക്കലും സ്വന്തമാക്കാൻ സാധ്യതയില്ല എന്ന് ഉറപ്പുള്ള ഒരു പെൺകുട്ടിയെ കിസ് ചെയ്യുകയും കയ്യിൽ പിടിക്കുകയും ഒക്കെ ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്നവൾ ചോദിക്കുന്നു. റെൻഷിയുടെ കാര്യമാണ് അവൾ ഉദ്ദേശിക്കുന്നതെന്ന് ലൂഷ്യാന് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അവനെന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ നിന്നോട് ചോദിക്കേണ്ട ആവശ്യം എന്താണ്? ഉത്തരം വ്യക്തമല്ലേ, അവൻ്റെ തെറ്റ് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അവൾ മുന്നോട്ട് നടക്കുന്നു. ഷിയാൻ ലഞ്ച് കഴിക്കാൻ ഇറങ്ങിയ സമയത്ത് ജുൻജയുടെ കണ്ണിൽ പെടാതിരിക്കാൻ മുഖം മറച്ചുകൊണ്ടാണ് അവൻ്റെ കടയുടെ മുന്നിൽ കൂടി പോയത്. പക്ഷേ അവൾ അങ്ങനെ ചെയ്യുമെന്ന് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ട് തന്നെ ജുൻജെ പുറത്ത് അവളെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ വേണ്ടെന്ന് പറഞ്ഞിട്ടും അവൻ നിർബന്ധിച്ച് അവളുടെ കൂടെ ചെല്ലുന്നു. സാൻഡ്വിച്ചാണ് ലഞ്ചിന് കഴിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഇത്ര കുറച്ച് കഴിച്ചാൽ വയറ് നിറയുമോ എന്നവൻ ചോദിക്കുന്നു. മുതിർന്നവരുടെ ലോകം ഇങ്ങനെയാണ്, കൂടുതൽ കഴിച്ചാൽ വണ്ണം വെക്കും എന്നൊക്കെ അവൾ പറയുന്നു. അവൾ കൂളറിൽ നിന്ന് ഒരു ഡ്രിങ്ക്സ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ജുൻജെ മനഃപൂർവ്വം അവളുടെ ചെവിക്കരികിലേക്ക് മുഖം അടുപ്പിച്ചിട്ട് നിനക്ക് എന്നോട് ഒട്ടും ഫീലിങ്സ് തോന്നുന്നില്ലെന്ന് ചോദിക്കുന്നു. സത്യത്തിൽ അവൻ അടുത്ത് വന്നപ്പോൾ അവളുടെ നെഞ്ചിടിപ്പ് ശരിക്കും കൂടിയെങ്കിലും അവൾ അത് പുറത്ത് കാണിക്കാതെ അവനെ തള്ളി മാറ്റിയിട്ട് വേഗം ഓടുന്നു പോകുന്നു. അടുത്ത ദിവസം ഓഫീസിൽ പോകാൻ റെൻഷി കണ്ണാടിയുടെ മുന്നിൽ കുറച്ചധിക സമയം ചെലവഴിക്കുന്നു. 2-3 ഡ്രസ്സ് മാറി മാറി ഇട്ട് നോക്കിയ ശേഷം നീല ഡ്രസ്സാണ് അവൻ ധരിച്ചത്. ബോസിന് നീല ഡ്രസ്സ് നന്നായി ചേരുമെന്ന് ശിവാൻജി പറഞ്ഞതുകൊണ്ടാണ് അവൻ നീല തന്നെ തിരഞ്ഞെടുത്തത്. അവൻ്റെ പതിവ് യൂണിഫോമിൽ നിന്ന് മാറി മറ്റൊരു കളർ ധരിച്ചത് കണ്ട് ഓഫീസിലെല്ലാവരും അത് ചർച്ച ചെയ്യുന്നു. ശിവാൻജി വന്നപ്പോഴേ ഹുയു ഓടിച്ചെന്ന് അവളോട് വിവരം പറയുന്നു. അവൾ വരുന്നത് കണ്ട് റെൻഷി അവൾക്കരികിലേക്ക് വരുന്നു. നീല ഡ്രസ്സ് ബോസിന് നന്നായി ചേരുന്നുണ്ട് എന്ന് അവൾ അപ്പോഴും പറയുന്നു. അവൾ പറഞ്ഞതുകൊണ്ടല്ല ഇത് ഇട്ടത് എന്ന് വരുത്താൻ വേണ്ടി എൻ്റെ മുഴുവൻ ഡ്രസ്സും ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്, ഈ ഒരെണ്ണം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ മുന്നോട്ട് നടക്കുന്നു. ബോസിൻ്റെ 3-4 ജോഡി ഡ്രസ്സ് ഇവിടെ കിടപ്പുണ്ടല്ലോ എന്ന് മുന്നോട്ട് നടക്കുന്ന കൂട്ടത്തിൽ ഡോങ്ഷി പറഞ്ഞപ്പോൾ പതുക്കെ പറയാൻ റെൻഷി അവനോട് പറയുന്നു. താൻ പറഞ്ഞതുകൊണ്ടാണ് അവനത് ധരിച്ചതെന്ന് മനസ്സിലാകുന്നതിനാൽ ശിവാൻജി പുറകിൽ നിന്ന് ചിരിക്കുന്നുണ്ട്. ശിവാൻജിയുടെ പ്രൊബേഷൻ പീരീഡ് കഴിയുമ്പോഴേക്കും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് കണ്ടുപിടിക്കാൻ റെൻഷി ഒരു സ്റ്റാഫിനെ ഏൽപ്പിക്കുന്നു. അന്ന് തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റെൻഷിയുടെ അമ്മ ഓഫീസിലെത്തി ഡോങ്ഷിയെ കണ്ട് സംസാരിക്കുന്നു. ഞാൻ വാങ്ഷിയാനൊപ്പം അവൻ ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവനത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഞാനിപ്പോൾ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല, അതുകൊണ്ട് ലഞ്ച് ടൈം ആകുമ്പോൾ നീ അവനൊന്ന് ഹോട്ടൽ വരെ എത്തിക്കണം എന്ന് അമ്മ അവനോട് പറയുന്നു. ബോസിനെ നിർബന്ധിച്ച് കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല എന്ന് അവൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് റെൻഷി അവിടേക്ക് വന്നത്. അവൻ്റെ ഡ്രസ്സിങ് കണ്ടപ്പോൾ ഡേറ്റിന് പോകാൻ റെഡിയായി തന്നെ വന്നതാണ് എന്ന് അമ്മ വിചാരിക്കുന്നു. അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ എതിർത്തതുമില്ല. അവൻ ശരിക്കും വാങ്ഷിയെ കാണാൻ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരുക്കി വന്നത് എന്ന് ഡോങ്ഷിയും കുറച്ച് അപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്ന ശിവാൻജിയും വിചാരിക്കുന്നു. രണ്ടുപേരും കുറച്ച് നിരാശരാകുന്നുണ്ട്. ശിവാൻജിയുടെ വീഡിയോ പ്രശ്നമുണ്ടായ സമയത്ത് വാങ്ഷിയൻ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിന് നേരിട്ട് നന്ദി പറയാൻ കൂടിയാണ് റെൻഷി അവളെ കാണാൻ പോകാൻ തീരുമാനിച്ചത്. അമ്മ നമ്മളെ സെറ്റപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എങ്കിലും എനിക്ക് അങ്ങനെയുള്ള ഒരു ഇഷ്ടമില്ല എന്നവൻ അവളോട് തുറന്നു പറയുന്നു. പറഞ്ഞില്ലെങ്കിലും എനിക്കത് മനസ്സിലായി കഴിഞ്ഞു, എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല, എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല ഞാനൊന്ന് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടത്, അതിൽ പറഞ്ഞിരിക്കുന്ന സത്യമല്ല എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് എനിക്കത് കണ്ടപ്പോൾ പ്രതികരിക്കാൻ തോന്നി, അത്രയേ ഉള്ളൂ. അന്നത്തെ വീഡിയോയുടെ പേരിൽ എന്നെ ഒരാൾ ആക്രമിക്കുകയും ചെയ്തിരുന്നു, പക്ഷേ ഡോങ്ഷി സഹായത്തിന് എത്തിയതുകൊണ്ട് എനിക്ക് അപകടമൊന്നും സംഭവിച്ചില്ല, അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഇനി നന്ദിയും കടപ്പാടുമൊന്നും ആവശ്യമില്ല, അവൻ എന്നെ സഹായിച്ചത് തന്നെ ധാരാളം എന്നവൾ പറയുന്നു. ഡോങ്ഷി അവളെ സഹായിച്ചു എന്ന് അറിഞ്ഞത് റെൻഷിയെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നു. മാത്രമല്ല അവളുടെ സംസാരത്തിൽ നിന്ന് അവൾക്ക് അവനോട് ശരിക്കും താല്പര്യമുണ്ട് എന്ന് അവന് മനസ്സിലാകുന്നു.
ലഞ്ച് കഴിഞ്ഞ് തിരികെ എത്തിയ റെൻഷി ഡോങ്ഷിക്ക് അവളെ കാണാൻ ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കമ്പനിയുടെ ക്ലീനിങ് പ്രൊഡക്ട്സിന്റെ എല്ലാം ഓരോ സെറ്റ് വീതം വൃത്തിയായി പൊതിഞ്ഞു കെട്ടി വാങ്ഷിയാന് ഗിഫ്റ്റ് കൊടുക്കുവാൻ ഡോങ്ഷിയെ ഏൽപ്പിക്കുന്നു. റെൻഷിക്ക് വാങ്ഷിയാനോട് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ ആവശ്യപ്പെട്ടതെന്ന് കരുതി ഡോങ്ഷി കുറച്ച് നിരാശനായാണ് സാധനങ്ങളും എടുത്ത് താഴേക്ക് പോയത്. താഴെ ക്ലീൻ ചെയ്ത് കൊണ്ടുതരുന്ന ശുവാൻജി അവന്റെ വരവ് കണ്ട് ഓടിച്ചെന്ന് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് കുറെ സാധനങ്ങൾ വാങ്ങി പിടിക്കുന്നു. വാങ്ഷിയാന് ഗിഫ്റ്റ് കൊടുക്കാനായി റെൻഷി കൊടുത്തയച്ചതാണെന്ന് കേട്ടപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് അതെല്ലാം കൂടി താഴേക്ക് വീഴുന്നു. തിരികെ പെറുകിയെടുത്ത് വെക്കുന്ന കൂട്ടത്തിൽ അവർ ശരിക്കും ക്ലോസ് ആണെന്നാണല്ലോ തോന്നുന്നത്. അവൾക്ക് വേണ്ടി നീല ഡ്രസ് ധരിച്ചു എന്നവൾ നിരാശയോടെ പറയുന്നു. അതിനേക്കാൾ നിരാശയോടെ ഡോങ്ഷി അത് ശരിവെക്കുന്നുണ്ട്. ശുഭാൻജിയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് അന്ന് വീടിന്റെ താക്കോൽ നഷ്ടപ്പെടുന്നു. ആരെങ്കിലും വിളിച്ച് ലോക്ക് തുറപ്പിക്കാം, എന്നാലേ അവർ വരുമ്പോഴേക്കും ഡിന്നർ റെഡിയാക്കി വെക്കാൻ പറ്റുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞു കേട്ടപ്പോൾ ശുഭാൻജിയുടെ ഓഫീസ് അടുത്ത് തന്നെയാണ്. ഞാൻ പെട്ടെന്ന് പോയി കീ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ലൂഷ്യൻ വണ്ടി എടുക്കാൻ തുടങ്ങുന്നു. പക്ഷേ ഓഫീസ് അടുത്താണെങ്കിൽ ഞാൻ കൂടി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അച്ഛൻ ഓടിച്ചെന്ന് അവന്റെ വണ്ടിയുടെ പുറകിൽ കയറുന്നു. അവൾ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് അച്ഛനെ അറിയിക്കരുതെന്ന് ശിവാൻജി പറഞ്ഞിട്ടുള്ളതിനാൽ അദ്ദേഹത്തെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി വണ്ടി കേടായി എന്ന് ലൂഷ്യൻ കള്ളം പറഞ്ഞു നോക്കിയെങ്കിലും എങ്കിൽ നമുക്ക് നടന്നു പോകാം, അവൾ അവിടെ ജോലി ചെയ്ത് തുടങ്ങിയിട്ട് ഇത്ര നാളായിട്ടും ഞാനിതുവരെ അവിടെ പോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അച്ഛൻ നിർബന്ധിച്ച് അവനെയും വിളിച്ചുകൊണ്ട് പോകുന്നു. കുറച്ചു സമയം വാങ്ഷിയാന്റെ ഒപ്പം ചിലവഴിക്കാൻ വേണ്ടി റെൻഷി ഡോങ്ഷിയെ പറഞ്ഞു വിട്ടതെങ്കിലും അവൻ സാധനങ്ങൾ കൊടുത്തിട്ട് ഉടനെ തന്നെ മടങ്ങി വന്ന് കണ്ട് നിനക്ക് കുറച്ച് സമയം വേണമെങ്കിൽ അവിടെ നിന്നുകൂടായിരുന്നു എന്ന് റെൻഷി ചോദിക്കുന്നു. പക്ഷെ അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഡോങ്ഷിക്ക് മനസ്സിലാകുന്നില്ല. ശിവാൻജിയുടെ അച്ഛനും ലൂഷ്യനും അവിടെ എത്തിയപ്പോൾ ബിൽഡിങ്ങിന് പുറത്തെ ഗ്ലാസ് ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു ശിവാൻജി. വണ്ടിയിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് ലൂഷ്യനാണ്. അവളാണ് അവിടെ നിൽക്കുന്നതെന്ന് അവന് മനസ്സിലാകുന്നതിനാൽ അച്ഛൻ കാണുന്നതിന് മുമ്പ് അവൻ ഓടിച്ചെന്ന് ഷർട്ട് ഊരി അവളെ പൊതിഞ്ഞു പിടിച്ചിട്ട് നിന്റെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് അറിയിക്കുന്നു. അവളുടെ യൂണിഫോമും ക്ലീനിങ് മെറ്റീരിയൽസും അച്ഛൻ കാണാതിരിക്കാൻ വേണ്ടിയാണ് അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചത്. പക്ഷെ അവരുടെ നിൽപ്പ് കണ്ടപ്പോൾ അച്ഛൻ കരുതിയത് അവർ രഹസ്യമായി ഡേറ്റിംഗിലാണെന്നാണ്. അച്ഛനത് ചോദിച്ചപ്പോൾ തൽക്കാലം ജോലിക്കാരെ അറിയാതിരിക്കാൻ വേണ്ടി അത് സത്യമാണെന്ന് രണ്ടുപേരും സമ്മതിക്കുന്നു. അച്ഛൻ അകത്തിരുന്ന് അവരോട് സംസാരിക്കുമ്പോൾ റെൻഷി താഴേക്ക് ഇറങ്ങി വരുന്നു. അവരെ കണ്ട് അവൻ അവിടെ നിന്ന് അവരുടെ സംഭാഷണം ശ്രദ്ധിക്കുന്നു. ശുഭാൻജിയും ലൂഷ്യാനും ഇണക്കുരുവികളെ പോലെ ഇരുന്നാണ് അച്ഛനോട് തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് വിവരിച്ചത്. അച്ഛൻ പെർമിഷനും അനുഗ്രഹവും ഒക്കെ നൽകുന്നുണ്ട്. റെൻഷിക്ക് ഇതെല്ലാം കണ്ട് ആകെ കലി കയറുന്നു. ശരിക്കും അവർ ഒരുമിച്ച് തന്നെയാണെന്ന് അവൻ വിചാരിക്കുന്നു. അവൻ തിരിച്ച് ഓഫീസിലേക്ക് തന്നെ കയറി പോകുന്നുണ്ട്. അച്ഛൻ ബാത്റൂമിൽ പോയ സമയത്ത് അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നു. അച്ഛൻ സത്യമറിയാതെ കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്തതിന് ശുഭാൻജി ലൂഷ്യാൻ നന്ദി പറയുന്നുണ്ട്. പക്ഷേ കൂട്ടത്തിൽ തന്നെ അച്ഛനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അവൻ്റെ തെറ്റാണെന്ന് പറഞ്ഞ് 2 ചവിട്ടും കൊടുക്കുന്നു. നമുക്ക് ശരിക്കും കപ്പിൾസ് ആയിക്കൂടെ എന്ന് ലൂഷ്യൻ അവളോട് ചോദിച്ചെങ്കിലും ആ സമയത്ത് അതുവഴി പോയ വണ്ടിയുടെ ഹോൺ ശബ്ദം കാരണം അവളത് കേൾക്കുന്നില്ല. ഒന്നുകൂടി പറയാൻ അവൾ പറഞ്ഞപ്പോൾ ഇപ്പോൾ പറയാൻ പറ്റിയ സമയമല്ല എന്നാണ് തോന്നുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും പറയാമെന്ന് അവൻ പറയുന്നു. ഷിയാൻ എന്ന ഓഫീസിൽ നിൽക്കുമ്പോഴാണ് ജുൻജെ പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ആക്കിയിരിക്കുന്നത് കണ്ടത്. പക്ഷേ ആ ഫോട്ടോയുടെ പകുതി മാത്രമേ അവൻ ഇട്ടിരുന്നുള്ളൂ. ഇതിൻ്റെ ബാക്കി അവൻ വേറെ ഏതെങ്കിലും പെൺപിള്ളേരുമായി ഷെയർ ചെയ്തിട്ടതായിരിക്കുമോ? അവന് വേറെ ഗേൾഫ്രണ്ടിനെ കിട്ടിക്കാണുമോ എന്നൊക്കെ ചിന്തിച്ച് അത് കണ്ടുപിടിക്കാനായി അവൾ അവൻ്റെ കഫേയിലേക്ക് പോകുന്നു. മെയിൻ ഡോറിലൂടെ പോകാതെ ബാക്ക് ഡോറിലൂടെയാണ് അവൾ പോയത്. അവൻ തിരിച്ചറിയാതിരിക്കാനായി ഒരു കൂളിംഗ് ഗ്ലാസും മാസ്കും അവൾ വെച്ചിരുന്നു. ജുൻജ അവിടുത്തെ ഒരു ലേഡി സ്റ്റാഫിനൊപ്പം ചിരിച്ച് തമാശ പറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നു. ജുൻജയുടെ കണ്ണിൽപ്പെടാതെ മറിഞ്ഞു നിന്നാണ് അവൾ നോക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് അവൾക്കൊരു കോൾ വരുന്നു. അവൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ജുൻജ അവളെ കണ്ടവിടെ എത്തിയിരുന്നു. കൈയോടെ പിടിച്ചെങ്കിലും തൽക്കാലം പിടിച്ചു നിൽക്കാനായി എൻ്റെ ഫോണിന് എന്താ കുഴപ്പം പറ്റി, ഇടയ്ക്കിടെ പെട്ടെന്ന് ചൂടാകുന്നു, അത് നിന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണെന്ന് അവൾ കള്ളം പറയുന്നു. ജുൻജയ്ക്ക് പക്ഷേ അവളുടെ അസുഖം മനസ്സിലാക്കുന്നുണ്ട്. ഫോൺ കയ്യിൽ വാങ്ങി എന്തോ ചെയ്തിട്ട് അവൻ തിരിച്ചു കൊടുക്കുന്നു. അവൻ തൻ്റെ പ്രൊഫൈൽ പിക് മാറ്റി അവനിട്ടിരുന്ന പിക്ചറിൻ്റെ ബാക്കി ഭാഗമാക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ഗേൾഫ്രണ്ടായി ഉദ്ദേശിച്ചത് തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. തണുക്കുന്നതിന് മുമ്പ് കോഫി കുടിക്കുക, ഞാൻ ഇവിടെ ഇരുന്നാൽ മുതലാളി വഴക്ക് പറയുമെന്ന് പറഞ്ഞ് ജുൻജ എഴുന്നേറ്റ് പോകുന്നു. കോഫി കൊണ്ടുവന്ന പാത്രത്തിൽ ലവിനെ കുറിച്ചല്ലാതെ നമുക്ക് മറ്റൊന്നും സംസാരിക്കാനില്ല എന്നെഴുതിയ കുറിപ്പ് അവൻ വെച്ചിരിക്കുന്നതും അവൾ കാണുന്നു. അതേസമയം റെൻഷിയുടെയും ശിവാൻജിയുടെയും മനസ്സിൽ തെറ്റിദ്ധാരണകൾ കൂടി വരികയാണ്. വാങ്ഷിയനെ അവൻ ഇഷ്ടമാണെന്ന് അവളും ലൂഷ്യൻ അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് അവനും വിചാരിച്ചിരിക്കുകയാണ്. അവളെ ഇഷ്ടമായിരുന്നില്ലെങ്കിൽ പിന്നെ എന്നെ എന്തിനാണ് കിസ് ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് ശിവാൻജി അവൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ലൂഷ്യൻ നിന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നെങ്കിൽ പിന്നെ എന്നോട് ഇഷ്ടമുള്ളതുപോലെ പെരുമാറിയത് എന്തിനാണെന്ന് അവന് ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ അവൾക്ക് ഒന്നുകൂടി ദേഷ്യം വരുന്നു. അവൻ എൻ്റെ ബോയ് ഫ്രണ്ട് ഒന്നുമല്ല എന്ന് മാത്രം പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അവൻ്റെ തെറ്റിദ്ധാരണ മൊത്തത്തിൽ മാറ്റാനൊന്നും ശ്രമിക്കുന്നില്ല. തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴും അവൾ അവനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷിയാനും അവളുടെ മുറിയിലുണ്ടായിരുന്നു. നീ പറയുന്നത് കേട്ടിട്ട് അവൻ അസൂയാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് നിന്നോട് വഴക്കിട്ട സമയത്ത് അവൻ ലൂഷ്യാന്റെ പേര് പറഞ്ഞത്. അവന് ശരിക്കും നിന്നെ ഇഷ്ടമാണ്, വേണമെങ്കിൽ നിനക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അവൻ കൂടുതൽ അസൂയപ്പെടുകയാണെങ്കിൽ അത്രയും കൂടുതൽ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഷുയാൻ പറയുന്നു. അവർ സംസാരിച്ചിരിക്കുമ്പോൾ ജുൻജ കുറച്ച് ഫ്രൂട്ട്സുമായി അവിടേക്ക് വരുന്നു. അവനെ കണ്ടപ്പോൾ ഷുയാന്റെ മുഖത്ത് ചെറിയ നാണമൊക്കെ വരുന്നുണ്ട്. ബെഡിൽ വന്നിരുന്ന അവനെ എന്റെ ബെഡിൽ ഇരിക്കേണ്ടെന്ന് പറഞ്ഞ് ശിവാൻജി ചവിട്ടി താഴെ ഇടുന്നു. റെൻഷിയുടെ കമ്പനിയിൽ നിന്ന് വാങ്ഷിയാൻ കൊടുത്തയച്ച ക്ലീനിങ് പ്രോഡക്ട്സിന്റെ കൂട്ടത്തിൽ റോബോട്ടിക് വാക്വം ക്ലീനർ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അറിയില്ല എന്ന കാരണം പറഞ്ഞ് അവൾ ഡോങ്ഷിയെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നു. അവൻ വരുന്നതിന് മുമ്പേ അവൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രസ് ചെയ്യുകയും മേക്കപ്പ് ഇട്ട് റെഡി ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഡോങ്ഷിയെ അകത്തേക്ക് ക്ഷണിച്ചപ്പോൾ വാതിൽ പൂർണ്ണമായും അടയ്ക്കാതെ കുറച്ച് തുറന്നിട്ടാണ് ഡോങ്ഷി കയറിയത്. അവളുടെ കൂടെ തനിച്ച് നിൽക്കുന്നത് കൺട്രോൾ തെറ്റിക്കുമെന്നുള്ള പേടി അവന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. വാക്വം ക്ലീനറിന്റെ സ്വിച്ച് ആദ്യം ഓണാക്കി കഴിയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് വോയിസ് തിരിച്ചറിഞ്ഞുകൊള്ളും, പിന്നെ അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചുകൊള്ളും എന്ന് അവൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. സ്വിച്ച് ഓൺ ചെയ്ത ശേഷം ഞാൻ എന്താണ് പറയേണ്ടത് ഡോങ്ഷി എന്ന് അവൾ ചോദിച്ചപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ മതി എന്നവൻ പറയുന്നു. പക്ഷെ ആ റോബോട്ടിന് ആ ശബ്ദം തന്നെ ധാരാളമായിരുന്നു.
അവൾ അവൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് തന്നെ റോബോട്ട് അവരെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്ന രീതിയിൽ വിളിച്ചുകൊണ്ട് മറുപടി നൽകുന്നു. അത് മാറ്റിക്കൊടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാമെന്ന് ഡോങ്ഷി പറഞ്ഞെങ്കിലും അവൾ അതിന് സമ്മതിക്കാതെ എനിക്കിപ്പോൾ ഇത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് റോബോട്ട് എടുത്ത് തറയിലേക്ക് ക്ലീൻ ചെയ്യാനായി വെക്കുന്നു. ഡോങ്ഷി സോഫയിലേക്ക് ഇരുന്നപ്പോൾ വാങ്ഷിയാൻ അവന് കുടിക്കാനായി എന്തോ എടുത്തുകൊണ്ട് മുന്നോട്ട് വന്നപ്പോഴാണ് വാക്വം ക്ലീനറിൽ തട്ടി അവൻ്റെ മുകളിലേക്ക് വീണത്. വളരെ ക്ലോസ് പൊസിഷനിലായിരുന്നതിനാൽ രണ്ടുപേരുടെയും നെഞ്ചിടിപ്പ് ശരിക്കും കൂടുന്നുണ്ട്. കൈ അവളുടെ ദേഹത്തോടാതിരിക്കാൻ അവന് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വാങ്ഷിയൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും മുന്നോട്ടഞ്ഞ് കുറച്ചുകൂടി അവനോട് അടുക്കുന്നുണ്ട്. ആ സമയത്ത് അവനൊരു കോൾ വന്നതിനാൽ രണ്ടുപേരുടെയും ശ്രദ്ധ തെറ്റുന്നു. ഇല്ലെങ്കിൽ അവൾ ഉറപ്പായും അവനെ കിസ് ചെയ്തേനെ. റെൻഷിയായിരുന്നു വിളിച്ചത്. തെറാപ്പിസ്റ്റിനെ മാറ്റി പുതിയൊരാളെ കണ്ടെത്തണം എന്ന് പറയാനാണ് അവൻ വിളിച്ചത്. ഫോൺ വെച്ച് കഴിഞ്ഞതും സമയം ഒരുപാടായി, ഇനി ഞാൻ അധികം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് വേഗം തന്നെ പോകുന്നു. നല്ലൊരു ചാൻസ് മിസ്സായതിൻ്റെ നിരാശ വാങ്ഷിയാൻ ശരിക്കും ഉണ്ടായിരുന്നു. അടുത്ത ദിവസം റെൻഷി ഓഫീസിൽ നിന്ന് ന്യൂസ് കേൾക്കുന്നതിനിടയിൽ ക്ലീനിങ് സർവീസിനാണ് എന്ന് പറഞ്ഞ് പെൺകുട്ടികളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കുന്നതായി ചില വാർത്തകൾ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും കരുതിയിരിക്കണമെന്ന് ന്യൂസ് കേൾക്കുന്നു. ആ സമയത്താണ് പതിവായി ശുവാഞ്ചി നൽകാറുള്ള റിപ്പോർട്ടുമായി ചീഫ് ജിൻ അങ്ങോട്ടേക്ക് വന്നത്. ശുവാഞ്ചി ക്ലീനിങ്ങിനായി പുറത്ത് കസ്റ്റമറുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. 11 മണിക്ക് മടങ്ങിയെത്തുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഇതുവരെയും വന്നിട്ടില്ല. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ വെപ്രാളം കയറുന്നു. അവൻ ഉടനെ തന്നെ അവളുടെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. അവൾ ഫോൺ എടുത്തെങ്കിലും അവൻ ചോദിച്ചതിന് മറുപടിയൊന്നും പറയാതെ എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് ഉച്ചത്തിൽ ആരോടെ പറയുന്നത് അവൻ കേൾക്കുന്നു. അവൾ ഫോൺ കട്ട് ചെയ്യുന്നുമുണ്ട്. അവൾക്കെന്തോ അപകടം സംഭവിച്ചിരിക്കുകയാണെന്ന് കരുതി റെൻഷി ഉടൻ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. ഡ്രൈവിംഗിനിടയിൽ അവൻ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ചീഫ് ജിന്നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ അഡ്രസ്സിലുള്ള സ്ഥലത്ത് അവൻ എത്തുന്നു. അധികം വൃത്തിയുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നില്ല അത്. അവനെ സംബന്ധിച്ച് അവിടെ കയറുക എന്നതൊരു വെല്ലുവിളിയായിരുന്നെങ്കിലും ആ സമയത്ത് അതൊന്നും നോക്കാതെ അവൻ അതിനുള്ളിലേക്ക് കയറുന്നു. പറഞ്ഞിരുന്ന അഡ്രസ്സിന് മുന്നിലെത്തി കോളിംഗ് ബെൽ അടിച്ചെങ്കിലും ആരും വാതിൽ തുറക്കുന്നില്ല. അകത്തുനിന്ന് മുമ്പത്തെ പോലെ തന്നെ അടുത്തേക്ക് വരരുത് എന്ന ശിവാഞ്ജിയുടെ ശബ്ദം വീണ്ടും വീണ്ടും കേൾക്കുന്നതിനാൽ അവൻ വാതിൽ ഇടിച്ച് തുറന്ന് അകത്തേക്ക് കയറുന്നു. അതിനിടയിൽ അവൻ്റെ കയ്യിൽ ചെറിയ മുറിവും പറ്റുന്നുണ്ട്. പക്ഷെ അവൻ പ്രതീക്ഷിച്ചതുപോലെയൊന്നും ആയിരുന്നില്ല അകത്തെ കാര്യങ്ങൾ. ഒരു സിംഗറിൻ്റെ വീടായിരുന്നു അത്. ശിവാഞ്ജി ക്ലീൻ ചെയ്യുന്നതിനിടയിൽ അയാൾക്കൊപ്പം അടുത്തേക്ക് വരരുത് എന്ന് വരികൾ പാടിയതാണ്. പാട്ടിൻ്റെ ബഹളത്തിനിടയിൽ റെൻഷിയുടെ ഫോൺ അറ്റൻഡ് ചെയ്തത് പോലും അവൾ അറിഞ്ഞിരുന്നില്ല. ബോസ് എന്താണ് ഇവിടെയെന്ന് അവൾ അമ്പരപ്പോടെ ചോദിക്കുന്നു. അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞ ഫോണിലൂടെ നീ ബഹളം വെക്കുന്നത് കേട്ടല്ലോ എന്നവൻ പറഞ്ഞപ്പോൾ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തായിരുന്നു ചോദിച്ചാൽ അവൾ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. ഇദ്ദേഹം നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഒരു പാട്ട് റെഡിയാക്കിയിട്ടുണ്ട്, ഞങ്ങളത് പാടി നോക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ആ സിംഗറിനൊപ്പം അവൾ ആ പാട്ട് അവനെ പാടി കേൾപ്പിക്കുന്നു. റെൻഷിയുടെ ദേഷ്യം എത്രയായിരിക്കും എന്ന് പറയണ്ടല്ലോ. ട്രെയിനിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞിരുന്ന നിർദ്ദേശങ്ങളെല്ലാം നീ മറന്നുപോയോ? നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ച് അവൻ അവളെ വഴക്ക് പറയുന്നു. അപ്പോഴാണ് ഡോർ ലോക്ക് നശിപ്പിച്ചത് ആര് ശരിയാക്കുമെന്ന് വീട്ടുകാരൻ ചോദിക്കുന്നത്. റെൻഷി സ്വയം പരിചയപ്പെടുത്തിയിട്ട് അത് ശരിയാക്കാനുള്ള തുക നൽകാമെന്ന് പറഞ്ഞ് അയാളെ സമാധാനിപ്പിച്ച ശേഷം അവളെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. വണ്ടിയിലിരിക്കുമ്പോഴും അവൻ്റെ ദേഷ്യം തീർന്നിട്ടില്ലാത്തതിനാൽ അവൻ അവളോടൊന്നും സംസാരിക്കുന്നില്ല. അവൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്നത് കണ്ട് എൻ്റെ കയ്യിൽ മരുന്നുണ്ട്, വണ്ടി ഒതുക്കി മരുന്ന് വെച്ചിട്ട് പോകാമെന്ന് അവൾ പറഞ്ഞെങ്കിലും അവൻ ആദ്യമൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവൾ വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോൾ അവൻ മടി നിർത്തുന്നു. ബോസ് ഇങ്ങനെ എടുത്തിയാടി പ്രവർത്തിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല എന്ന് മരുന്ന് വെക്കുന്ന കൂട്ടത്തിൽ അവൾ പറഞ്ഞപ്പോൾ എൻ്റെ ജോലിക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നവൻ പറയുന്നു. ജോലിക്കാരുടെ സുരക്ഷിതത്വം നോക്കുന്ന കൂട്ടത്തിൽ സ്വന്തം സുരക്ഷ കൂടി നോക്കണ്ടേ? അല്ലെങ്കിൽ അന്നത്തെ പോലെ എന്തെങ്കിലും മുറിവ് പറ്റിയാൽ ഞാൻ വീണ്ടും സൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് വരേണ്ടി വരും. ലൂഷ്യൻ ഒന്ന് സൂപ്പ് ഉണ്ടാക്കാൻ സഹായിച്ചു എന്ന് കരുതി ഇനി സഹായിക്കണമെന്നില്ല എന്നവൾ പറയുന്നു. ലൂഷ്യൻ്റെ പേര് കേട്ടതും അവൻ മരുന്ന് വെച്ചുകൊണ്ടിരുന്ന കൈ തിരിച്ച് വലിച്ചെടുക്കുന്നുണ്ട്. മാത്രമല്ല അന്നുണ്ടാക്കിയ സൂപ്പും ഒട്ടും പൊള്ളില്ലായിരുന്നു. ഇത്ര വൃത്തികെട്ട സൂപ്പ് ഉണ്ടാക്കാനാണോ അവൻ നിന്നെ പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്യുന്നു. അവസാനം ഞാൻ ബസ്സിൽ വന്നോളാം എന്ന് പറഞ്ഞ് അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അന്ന് തന്നെ അവൻ പുറത്തെവിടെ വെച്ച് മീറ്റിംഗ് നടക്കുന്നതിനിടയിൽ ഒരു ഫയൽ കൊണ്ട് കൊടുക്കാനായി ശുവാഞ്ചിയെ ഏൽപ്പിക്കാൻ ഹുയുവിനോട് പറയുന്നു. റോഡിൽ നല്ല തിരക്കുള്ള സമയമായതിനാൽ സൈക്കിളിലാണ് അവൾ റെൻഷി പറഞ്ഞ സ്ഥലത്ത് ഫയലുമായി എത്തിയത്. നീ എന്താണ് സൈക്കിളിൽ വന്നതെന്ന് അവൻ ചോദിച്ചപ്പോൾ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ലേ ഇത്ര തിരക്കുള്ള സമയത്ത് ഫയലുമായി വരാൻ പറഞ്ഞത് എന്ന് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അവൾക്കുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി എന്താണ് കമ്പനി അറേഞ്ച് ചെയ്തതെന്നത് എന്ന് റെൻഷി ഡോങ്ഷിയോട് ചോദിക്കുന്നുണ്ട്. അവളെ ബുദ്ധിമുട്ടിക്കണമെന്ന് അവൻ കരുതിയിരുന്നതല്ല. ശുവാഞ്ചിയോട് അതിനെക്കുറിച്ച് പറയണമെന്ന് ഡോങ്ഷി ചോദിച്ചപ്പോൾ അവൻ വേണ്ടാന്ന് പറയുന്നു. അതേസമയം മനസ്സ് തുറന്ന് സംസാരിക്കാൻ നല്ലൊരു അവസരം കിട്ടിയിട്ടും ഡോങ്ഷി ഒന്നും പറയാതെ പെട്ടെന്ന് പോയ വിഷമം വാങ്ഷിയാൻ ഇതുവരെ മാറിയിട്ടില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ചൊരു ബാറിൽ നിന്ന് മദ്യപിക്കുകയായിരുന്ന അവളുടെ അരികിലേക്ക് വെഞ്ചി വരുന്നു. അവളെ കണ്ടപ്പോൾ ആകെ മൂഡ് ഓഫ് ആണ് എന്ന് അവന് മനസ്സിലായെങ്കിലും അതിൻ്റെ കാരണം റെൻഷി ആയിരിക്കുമെന്നാണ് അവൻ കരുതിയത്. അവളെ തൻ്റെ വഴിക്ക് കൊണ്ടുവരാനും റെൻഷിയെക്കുറിച്ച് മോശമായിട്ടെന്തെങ്കിലും അവളുടെ വായിൽ നിന്ന് കിട്ടുമോ എന്നറിയാനും അവൻ ഇപ്പോഴും ശ്രമിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ അവൾ ഒരു രീതിയിലും അവനോട് അല്പം പോലും അടുപ്പം കാണിക്കുന്നില്ല. ഈ സമയം തന്നെ റെൻഷിയുടെ അമ്മ ഡോങ്ഷിയെ വിളിച്ചിട്ട് റെൻഷി വേണ്ട രീതിയിൽ വാങ്ഷിയെ കെയർ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അവൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, റെൻഷി തന്നുവിട്ടതാണെന്ന് പറഞ്ഞ് നീ ഇതൊന്ന് അവൾക്ക് കൊണ്ട് കൊടുക്കുമോ എന്ന് അമ്മ അവനോട് ചോദിക്കുന്നു. അവനത് സമ്മതിക്കുന്നുണ്ട്. സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ വഞ്ചി നിർബന്ധിപ്പിച്ച് വാങ്ഷിയെ കൊണ്ട് എന്തോ ജ്യൂസ് കുടിപ്പിക്കുന്നു. അവളെ കൂടുതൽ ലഹരി പിടിപ്പിക്കാൻ അതിലെന്തോ അവൻ ചേർത്തിരുന്നു. അതറിയാതെ അവൾ അത് കുടിക്കുന്നു. ഇന്ന് രാത്രി എന്തായാലും നീ എന്നെ വേണ്ടെന്ന് പറയില്ല എന്ന് വെഞ്ചി അവളെ നോക്കി ചിന്തിച്ചിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക.